ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025-26 കേരള യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള PG എൻട്രൻസ് എക്സാം മുഖേന അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 30/4/2025 എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് 19/5/2025 മുതൽ 25/5/2025 വരെയാണ്. അതുപോലെ തന്നെ 20/6/2025 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കി ഡേറ്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ MBA അഡ്മിഷൻ ഒഴികെയുള്ള ബാക്കി എല്ലാ PG പ്രോഗ്രാംസിനും ഈ ഒരു ഒറ്റ എൻട്രൻസ് മുഖേനയാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത വീഡിയോസ് ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ മുൻ വർഷങ്ങളിൽ നടന്നിരുന്ന പോലെ എല്ലാ എക്സാം നടക്കുന്നത്. ആദ്യം 60 മാർക്കിന് MCQ, ബാക്കി ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. 2022 2 മുതൽ ഇങ്ങോട്ട് 100 മാർക്സിനും MCQ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എൻട്രൻസ് എക്സാം മുഖേന PG അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു പോർട്ടൽ മുഖേന ഓൺലൈനായിട്ട് രജിസ്റ്റർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. അഡ്മിഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ SC/ST, OEC, SCBC അല്ലാത്ത ആളുകൾ, ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ EWS റിസർവേഷന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസ്, അതല്ലാന്നുണ്ടെങ്കിൽ റവന്യൂ ഓഫീസിൽ നിന്ന് അതിന് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് മെമ്മോ ഒന്നും അയക്കില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരിക്കും, ആ സമയത്ത് അത് എഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സെൻറ്റേഴ്സ് വരുന്നത് തിരുവനന്തപുരം, എറണാകുളം, മൂന്നാർ, കോഴിക്കോട്, ഈ 4 സെൻറ്റേഴ്സാണ് വരുന്നത്. കേരളത്തിന് പുറത്ത് ചെന്നൈ, അതുപോലെ തന്നെ ഡൽഹി 2 ഓപ്ഷണൽ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ 100-ൽ താഴെ ആപ്ലിക്കൻസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ എക്സാം സെൻറ്ററുകൾ ക്യാൻസൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സീറ്റ് കാറ്റഗറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ മെറിറ്റ് സീറ്റ്, അത് വരുന്നത് മെറിറ്റ് ബേസിസിലാണ്. അപ്പോൾ അതിനകത്ത് റിസർവേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റ് വരുന്നുണ്ട്. അവിടെ SC, ST, SCBC കാറ്റഗറീസിലാണ്. അതുപോലെ തന്നെ EWS സീറ്റ് വരുന്നത് ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള ആളുകൾക്കാണ്. ഇനി ഇവിടെ മാൻഡേറ്ററി റിസർവേഷൻ, അതുപോലെ തന്നെ സ്പെഷ്യൽ റിസർവേഷൻ്റെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു പ്രോസ്പെക്ടസിൽ തന്നെ അഡ്മിഷനുള്ള എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട്, മാർക്ക് എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സിന് ബാച്ചിലർ ലെവൽ ഡിഗ്രിയിൽ ഏതൊക്കെ കോഴ്സ് പഠിക്കണമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി MBA അഡ്മിഷൻ വരുന്നത് CAMAT, CMAT, അതുപോലെ CATൻ്റെ മാർക്ക് ബേസിസിലായിരിക്കും. അപ്പോൾ ഒറ്റ ആപ്ലിക്കേഷൻ മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ നമുക്ക് 5 കോഴ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് 1500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. അഡീഷണൽ സബ്ജക്റ്റിന് 105 രൂപ വെച്ച്. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. ഇനി അഡീഷണൽ സബ്ജക്റ്റിന് 55 രൂപയും എക്സ്ട്രാ ഫീസ് അടക്കണമെന്നുണ്ട്. ഇനി എക്സാം വരുന്നത് 100 മാർക്കിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. 2 മണിക്കൂറാണ് ഡ്യൂറേഷൻ വരുന്നത്. അതുപോലെ തന്നെ മൈനസ് മാർക്ക് ഉണ്ടായിരിക്കും. 0.25 ആണ് വരുന്നത് ഓരോ റോങ് ആൻസറിന് വെച്ച്. പിന്നെ വരുന്ന അഡ്മിഷൻ പ്രൊസീജിയറാണ്. അപ്പോൾ അതിനകത്ത് ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അണ്ടർടേക്കിംഗ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഈ ഒരു പ്രോസ്പെക്ടസിൻ്റെ ലാസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.